ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്ലാന്റ്സ് ഓഫ് കൈൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സ് നടുന്നതിനോടൊപ്പം തന്നെ ഗാർഡനിൽ എങ്ങനെ ഒരു വെറൈറ്റി കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാനിത് ചെയ്തത്, അതുകൊണ്ട് വീഡിയോ ഞാൻ എടുത്തിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. എനിക്ക് ഒരു മാവിൻ്റെ കൊമ്പ് കിട്ടിയായിരുന്നു, അതിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ കിട്ടിയപ്പോൾ ഞാനത് കളഞ്ഞില്ല, അത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് കൊടുത്തു, ഒന്ന് ഷെയ്ഡായിട്ടൊന്ന് വേറൊരു കളറും കൂടി കൊടുത്തായിരുന്നു. അത് തന്നെ ഒരു 10 ചിരട്ടകളും കൂടി എടുത്തു, അതിനും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ കൊമ്പ് അല്പം വലിയൊരു ചെടിച്ചട്ടി തന്നെയാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ ചെടിച്ചട്ടിയിൽ ആദ്യം ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്തു. അതിന് മുകളിൽ സിമൻറ്റും മണ്ണും വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് ഉറപ്പിച്ചെടുത്തു. പിന്നെ ചിരട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഹോളൊക്കെയുള്ള ചിരട്ട എടുക്കുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഹോളിൽ കൂടിയാണ് നമ്മൾ ത്രെഡ് കയറ്റി മാവിൻ്റെ കൊമ്പിൽ കെട്ടിവെക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഇതിലേക്ക് ചിരട്ടയിലേക്ക് പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുത്തത്. കൊക്കോപിറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, കാരണം അതിന് വെയിറ്റ് കുറയുമല്ലോ. കൊക്കോപിറ്റ് ആകുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയും. ഒരു 5 തരം പ്ലാന്റ്സാണ് ഞാനിതിൽ നട്ടത്. ഇത് കണ്ടോ, ചിരട്ടയ്ക്ക് ഹോളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ചിരട്ട കിട്ടിയപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഏതൊക്കെ ചെടികളാണ് നട്ടതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഹോളിലൂടെ ഇത് കണ്ടോ, ത്രെഡ് കയറ്റിയിട്ട് ആ ബ്രാഞ്ചിലോട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. കാണുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് എല്ലാ ചിരട്ടകളും കെട്ടിവെച്ചത്. പിന്നെ 5 തരം പ്ലാന്റ്സ് ഞാനിത് നട്ടിട്ടുണ്ട്. ഇതിൽ നട്ടിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഷെയ്ഡിൽ വളരുന്നതാണ്. ഇത് എപ്പീഷ്യ, നല്ല റെഡ് ഫ്ലവർ വന്നിട്ടുണ്ട്. കലേഷ്യ, പിന്നെ കലേഷ്യയുടെ തന്നെ 2 ടേർട്ടിൽ വൈൻ്റെ ഒരെണ്ണമാണ് ഈ കലേഷ്യ. ടേർട്ടിൽ വൈൻ കണ്ടോ, നല്ല നീളത്തിൽ അങ്ങോട്ട് പോവുക, വളർന്നു. പിന്നെ ഹെമിഗ്രാഫിസ് repanda, ഇത് മണി പ്ലാന്റ്. പിന്നെ ഹെമിഗ്രാഫിസ് repanda, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണുക. അപ്പോൾ ഈ പ്ലാന്റ്സിനൊന്നും സൺലൈറ്റ് അങ്ങനെ അധികം ആവശ്യമില്ലാത്തതാണ്. ഞാൻ സിറ്റ് ഔട്ടിലാണ് അറേഞ്ച് ചെയ്തിട്ട്. കലേഷ്യ നല്ല നീളത്തിൽ വളർന്നിട്ടുണ്ട്. പ്ലാന്റ്സ് എല്ലാം തന്നെ ചിരട്ടയൊക്കെ ഇപ്പോൾ ഒന്നും കാണാത്തവണ്ണം തന്നെ വളർന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ കമ്പൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ, എന്നാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കണ്ടത് എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ ബട്ടൺ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തോളൂ. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ അയക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.